കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക്. മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മുൻ ധാരണ പ്രകാരം രാജി സമർപ്പിച്ചു. പുതിയ മന്ത്രിമാർ 29-ന് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ് ലഭിക്കുക. നവകേരള സദസ്സു മൂലം 1.5 മാസം വൈകിയ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കാണ് ഇന്ന് ചേർന്ന ഇടതുമുന്നണി യോഗം അംഗീകാരം നൽകിയത്. മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൌസിലെത്തിക്കണ്ട് രാജി സമർപ്പിച്ച ശേഷമായിരുന്നു അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മുന്നണി യോഗത്തിനെത്തിയത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ മാസം 29-ാം തീയതി വൈകുന്നേരം 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഗണേഷ് കുമാർ, കടന്നപ്പള്ളി 2 കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെയുള്ള ധാരണ പ്രകാരമാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്, INL എന്നീ പാർട്ടികൾക്ക് പകരം കേരള കോൺഗ്രസ് ബിയും കേരള കോൺഗ്രസ് എസും മന്ത്രിസഭയിലെത്തുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ശില്പികളിൽ പ്രധാനിയെന്ന വിശേഷണവുമായാണ് INLന്റെ ചരിത്രത്തിലെ ആദ്യ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ പടിയിറക്കം. ശമ്പള പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന KSRTCയിൽ കുടിശ്ശിക തീർത്തു നൽകിയതാണ് ആന്റണി രാജുവിന്റെ ആശ്വാസം. ഒന്നാം പിണറായി സർക്കാരിൽ പരിഗണിക്കപ്പെടാതെ പോയെങ്കിലും CPMന്റെ അടിയുറച്ച പിന്തുണയാണ് ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ ഗൂഢാലോചന വാൾ തലയ്ക്കുമീതെ നിൽക്കുമ്പോഴും ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയത്. കടന്നപ്പള്ളി രാമചന്ദ്രന് മന്ത്രിക്കുപ്പായത്തിൽ ഇത് 3-ാം ഊഴമാണ്. അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളിക്കും ആന്റണി രാജുവിന്റെ ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും ലഭിക്കും. വെള്ളിയാഴ്ച രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ഇതിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ജനുവരി 1-2 തീയതികളിൽ നടക്കുന്ന എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിൽ പുതിയ മന്ത്രിമാരായിരിക്കും പങ്കെടുക്കുക. റിപ്പോർട്ടർ ശരത് കെ ശശീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.